ഹേ സിനിഫൈൽസ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് മോഹൻലാൽ വാർത്തകളാണ് ഉള്ളത്. ആദ്യത്തെ മോഹൻലാലിൻ്റെ സിനിമയാണ് നമ്മുടെ L365. സിനിമയുടെ ഡയറക്ടർ മാറിയിരിക്കുകയാണ്. നമ്മുടെ തരുമൂർത്തിയാണ് സംവിധായകൻ. സിനിമയുടെ ഷൂട്ടിംഗ് അടുത്ത മാസം, അതായത് 2026 ജാനുവരി 15 സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ടോർപ്പിഡൊക്കെ ഇത്തിരിയും കൂടെ നീട്ടുന്നതായിരിക്കും. അപ്പോൾ ആദ്യം നമ്മുടെ മോഹൻലാലിൻ്റെ സിനിമയായിരിക്കും ആദ്യം വരുന്നത്. അപ്പോൾ നമുക്ക് ലാലേട്ടനെ പെട്ടെന്ന് തന്നെ പോലീസ് വേഷത്തിൽ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ സിനിമയ്ക്ക് കാത്തിരിക്കേണ്ടി ജസ്റ്റ് എല്ലാവരും ഒന്ന് കമൻറ്റ് ചെയ്തേരെ. നമ്മുടെ തുടരും എന്ന സിനിമ ഈ വർഷത്തെ ഏറ്റവും വലിയൊരു ഹിറ്റ് തന്നെയാണല്ലോ. അപ്പോൾ സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ട് നമ്മുടെ ഹിന്ദി പ്രൊഡക്ഷൻ ഹൗസൊക്കെ തരുമൂർത്തിയെ സമീപിച്ചതായിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഒരു ഇൻ്റർവ്യൂവിൽ. അപ്പോൾ മിക്കവാറും ബി നമ്മുടെ ഹിന്ദിയിൽ തുടരും എന്ന സിനിമ റീമേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അജയ് ദേവനാണ് സിനിമയിൽ കാസ്റ്റായിട്ട് വരുന്നതെന്നാണ് അവിടെ പ്രൊഡക്ഷൻ ഹൗസ് അവരെ റിക്വസ്റ്റ് ചെയ്യണത്. അപ്പോൾ നമുക്കറിയില്ല, എന്തായാലും അങ്ങനെ ഒരു റീമേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് കാത്തിരിക്കാം. മലയാളത്തിലെ ഏറ്റവും വലിയ സിനിമയാണല്ലോ ദൃശ്യം 3. അപ്പോൾ ആ സിനിമയുടെ പാക്കപ്പ് കുറച്ച് ദിവസം മുമ്പ് കഴിഞ്ഞായിരുന്നു. ആ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് നമ്മുടെ ലാലേട്ടൻ ഡയറക്റ്റായിട്ട് പോയത് ജയിലർ 2ൻ്റെ സെറ്റിലേക്കാണ്, ഗോവയിലേക്ക്. അപ്പോൾ അവിടെ കുറച്ച് ഷൂട്ടിങ്സ് ഡേയ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ജയിലർ 2ൻ്റെ ചെറിയൊരു അപ്ഡേറ്റ് ഡിസംബർ 12 വരുന്നുണ്ട്. ചെറിയ ടീസറോ എന്താണെന്നാണ് കേട്ടത്. എന്തായാലും നമുക്ക് ടീസറിന് അല്ലെങ്കിൽ മറ്റ് ഗ്ലിംസിന് എന്തായാലും വെയിറ്റ് ചെയ്യാം. ഇനി അടുത്തത് വേറൊരു അപ്ഡേറ്റ് ആണ്. നമ്മുടെ ഖലീഫ എന്ന സിനിമയിൽ നമ്മുടെ മമ്മൂട്ടി ഒരു ക്യാമിയോ ചെയ്യുന്നുണ്ടെന്നാണ് ഈ ഇടയ്ക്കായിട്ട് കേട്ടത്. പക്ഷേ അത് ലാലേട്ടനാണെന്ന് ഇപ്പോൾ റൂമേഴ്സ് വരുന്നുണ്ട്. അത്യാവശ്യം ശക്തമായിട്ടുള്ള റൂമേഴ്സാണ്. അങ്ങനെയാണെങ്കിൽ ലാലേട്ടൻ്റെ ഇപ്പോൾ നമ്മുടെ ജയിലർ 2 കഴിഞ്ഞിട്ടുള്ള ഒരു ക്യാമിയോ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഖലീഫയിൽ ഉണ്ടെങ്കിൽ നല്ലൊരു കിടിലൻ കഥാപാത്രം തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഖലീഫയിലെ റോളിന് വേണ്ടി കാത്തിരിക്കാം. അപ്പോൾ ഇന്ന് ഇത്രയുള്ള വാർത്ത. അപ്പോൾ ഇതുപോലത്തെ വാർത്തകളും റിവ്യൂസൊക്കെ അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ സപ്പോർട്ട് ചെയ്യുക.